കേന്ദ്രം സൃഷ്ടിച്ച കാർമേഘങ്ങൾ നീക്കി വികസനത്തിന്റെ പുതിയ ആകാശം തൊട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാം ബജറ്റ്. 8.5 വർഷമായി തുടരുന്ന നവകേരള നിർമ്മാണത്തിന് പുതിയ ഇന്നിംഗ്സ് തുറക്കുന്നത് തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ വെള്ളിയാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ്. പ്രതിസന്ധികളെ എല്ലാം ബദൽ മാർഗങ്ങളിലൂടെ മറികടന്ന് അതിവേഗ വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള മാറ്റം തന്നെയാണ്. മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കാൻ നടത്തിയ നിക്ഷേപമാണ് ഇതിൽ പ്രധാനം. ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം, അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായം, ക്ഷേമ പ്രവർത്തനം എന്നിവയെല്ലാമുള്ള അടിത്തറ ഭദ്രമാക്കി സമഗ്ര വികസനത്തിന്റെ പുതിയ വഴി തുറക്കുക തന്നെയാണ് ഈ സർക്കാർ. ഓഖി, പ്രളയം, കോവിഡ്, ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടാണ് കേരളം ഇത്രയും വികസിച്ചത്. തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചും അനാവശ്യ ചെലവ് ഒഴിവാക്കിയും മറ്റ് ചെലവ് മുൻഗണനാ ക്രമത്തിൽ നിർവഹിച്ചുമാണ് നമ്മുടെ വളർച്ച. 2020-21 സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 47,660 കോടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 81,000 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ അടിസ്ഥാനമാക്കി വലിയ വളർച്ചയിലേക്ക് കുതിക്കാൻ സഹായിക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി ബജറ്റിലുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി, വയനാട് പ്രത്യേക പാക്കേജിന് കൂടുതൽ തുക വകയിരുത്തിയതും തീരദേശത്തിനുള്ള പ്രത്യേക പാക്കേജും സർക്കാരിന്റെ കരുതൽ തന്നെയാണ്. കൂടുതൽ തൊഴിൽ കണ്ടെത്താനുള്ള നിരവധി പദ്ധതി ബജറ്റിൽ പറയുന്നുണ്ട്. 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ 3000 ഉടൻ നൽകുമെന്നുള്ള പ്രഖ്യാപനവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വിഹിതം അനുവദിച്ചതും ശ്രദ്ധേയമായ കാര്യങ്ങൾ തന്നെയാണ്. താൽക്കാലിക ജീവനക്കാർക്കുള്ള വേതനം 5% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം 1 ലക്ഷത്തിലേറെ പേർക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ കൂടുതൽ നികുതി നിർദ്ദേശം അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനവും നടത്തിയിട്ടില്ല. ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണ ഹബ്ബാക്കി മാറ്റുമെന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായി കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ, കുടുംബശ്രീ എന്നിവയെ സംയോജിപ്പിച്ച് പ്രാദേശികമായി കളിപ്പാട്ട ഉൽപാദനത്തിന്റെ പദ്ധതികൾക്കായി ആവിഷ്കരിക്കും. ഇതിനായി 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കും. തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കും. ക്യാൻസർ ചികിത്സയ്ക്കായി 152.5 കോടി അനുവദിച്ചിരിക്കുകയാണ് ഈ സംസ്ഥാനത്തെ ബജറ്റ്. സൗജന്യ യൂണിഫോം പദ്ധതിക്ക് 150 കോടി 34 ലക്ഷം രൂപയും. EV ചാർജിംഗ് സ്റ്റേഷൻ, സൈക്ലിംഗ് പാത എന്നിവ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യവസായ ഇടനാഴിക കിഫ്ബി വഴി 1000 കോടി നൽകുകയും ചെയ്യും. എന്തുകൊണ്ടും സംസ്ഥാന ബജറ്റ് സൂപ്പർ ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.